ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് ഫുള്ള് നിങ്ങൾ കാണണം. കണ്ടിട്ട് വേണം നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാൻ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് തന്നെ പറയാനാണ് കേട്ടോ. അതാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും ചർച്ചാ വിഷയം അത് തന്നെയാണ്. ആ ആ ഈയിടെ ഇട്ടിരിക്കുന്ന ആ 2-3 ദിവസം മുന്നേ ഒരു പ്രാങ്ക് വീഡിയോ ഇട്ടിരിക്കുന്നതാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല രീതിയിൽ കണ്ടു അവരുടെ വീഡിയോസ് എടുത്തിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അവര് ഡൈവേഴ്സിന്റെ വക്കിലെത്തിയോ, അതെയോ ഭർത്താവ് ഭാര്യനെ അടിച്ച് ഒരു വിധമാക്കി, ഈ റീൽസ് അല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഞാൻ കണ്ടു. റിയാക്ഷൻ വീഡിയോസും ഞാൻ കണ്ടു, അവരുടെ വീഡിയോസും ഞാൻ കണ്ടു. പക്ഷെ അച്ചു എന്ന കുട്ടി അത് ചെയ്തേക്കുന്നത് ശരിക്കും ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പക്ഷെ പ്രാങ്ക് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം അവര് വിശ്വസിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ എന്തോ ഇഷ്യൂസ് ഉള്ള രീതിയിലാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആ കുട്ടി പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് സീരിയസ് ആയ പോലെയാണ് എല്ലാ ചാനലിലും പറയുന്നത്. എല്ലാവരും അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പോലും അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ ക്ലിപ്പോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അവരുടെ ഒരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കുന്നില്ല. ഏതായാലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അച്ചു ചെയ്ത വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആൾക്കാരെടുത്തത് റിയാക്ട് ചെയ്തിട്ടും ആൾക്കാർ ആ വീഡിയോ ഫുള്ള് കാണുന്നില്ല. എന്നിട്ട് അതിനു മുമ്പ് കുറച്ച് കണ്ടിട്ട് അവർ അതിൻ്റെ അഭിപ്രായം അതിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ കുട്ടി ആ ചെയ്തിരിക്കുന്ന ആ വീഡിയോയ്ക്ക് ബാഡ് ഇമേജാണ് അച്ചുവിൻ്റെ ഭർത്താവിന് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രാങ്ക് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഭർത്താക്കന്മാരെ സമൂഹത്തിന് ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവ് തന്നെ ഇപ്പോൾ ഒരു ഭാര്യനെ തല്ലുന്നവൻ, ഭാര്യനെ കെയർ ചെയ്യുന്നില്ല, ഭാര്യനെ നോക്കുന്നില്ല, അടിക്കുന്നു, ഉപദ്രവകാരിയായ ഒരു ഭർത്താവാണെന്നുള്ള ഒരു ബാഡ് ഇമേജാണ് ഇപ്പോൾ വന്നു പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനാണ്, നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിന് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. നമ്മളത് തരണം ചെയ്യണം. ഒരു കുടുംബജീവിതമാണെങ്കിൽ നമ്മളത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല ഒരു ഇമേജായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് തകരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ടവർക്ക് സന്തോഷമായിരിക്കും. മറ്റുള്ള അതിൽ വിരലിനെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ സങ്കടപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. അയ്യോ അവരുടെ അങ്ങനെ ആയി പോയല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അപ്പൊ അച്ചുവിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നായിരിക്കും. അവർക്കും മനസ്സിലൊരു ഇത് വരും, ഓ ഇയാൾ ഇങ്ങനെ ആയല്ലോ, ഇങ്ങനെയായിരുന്നോ. അത് ആൾക്കാരത് പ്രാങ്കാന്ന് ചിന്തിക്കുന്നില്ലല്ലോ, പ്രാങ്കിന്റെ ഭാഗം അവരെടുക്കുന്നില്ലല്ലോ. പ്രാങ്കാന്നുള്ള ഭാഗം ആരും കാണുന്നുമില്ല, എടുക്കുന്നുമില്ല. അതുകൊണ്ട് പ്രാങ്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ പ്രാങ്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. എടുക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, പ്രാങ്ക് വീഡിയോ എടുക്കുന്നവർ, അതായത് മറ്റുള്ളവർ മോശം രീതിയിൽ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ പ്രാങ്ക് വീഡിയോ ഒക്കെ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് മോശം ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതൊന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, ടാറ്റാ.